സോ ഞാൻ ഇത് കട്ട് ചെയ്തായിരിക്കും എടുക്കുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് വേറൊന്നും കാണിക്കാനില്ല. അപ്പം ഇത് പയ്യെ എടുക്കാനായിട്ട് എനിക്ക് എല്ലാം കൂടി ഇട്ട് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന് കട്ട് ചെയ്തായിരിക്കും എടുക്കണേ. പക്ഷേ ഇപ്പം എൻ്റെ ഫ്ലോ പോകും, അതൊരു വേറൊരു കാര്യം. സോ 2023 എനിക്ക് ആക്ച്വലി നല്ലതായിരുന്നോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളിൽ വളരെ നല്ലതായിരുന്നു, ചില കാര്യങ്ങളിൽ വളരെ മോശമായിരുന്നു, പിന്നെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു. ചിലത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് തിരിച്ചറിവുകൾ തന്നൊരു വർഷമായിരുന്നു 2023 എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ ആരൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്, സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് കാണിച്ചു തന്ന ഒരു വർഷമാണ് 2023 എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു എന്നെ അത്രയും ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം. ഞാൻ കുറച്ചും കൂടെ ഒക്കെ ഒരു വണ്ണൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അതെനിക്ക് ഫുഡ് പോയ്സൺ സിവിയറായി, അത് മാറി IBS എന്ന് പറയുന്ന ഒരു അസുഖം വന്ന്, ക്യൂറബിൾ അല്ല. അപ്പോൾ അങ്ങനെ ഒരു അസുഖം വന്ന് അത് കാരണം എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റാണ്ടായി. ഐ ലോസ്റ്റ് മൈ വെയിറ്റ്. അങ്ങനെയാണ് ഞാൻ മെലിഞ്ഞു പോയത്. അപ്പം എന്നെ ധാരാളമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ആ കാര്യങ്ങളൊക്കെ അറിയാം. ഞാനൊന്ന് ജസ്റ്റ് സമ്മപ്പ് ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം 2023 കടക്കുമ്പോൾ 22 കഴിയുമ്പോൾ ഞാൻ റിക്കവർ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഐ വാസ് എ പേഷ്യൻറ്റ്. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, ഇതെന്താവും എന്നറിയില്ല, അങ്ങനെ ഒരു സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ ബെറ്ററായി. അറ്റ്ലീസ്റ്റ് ഐ ലുക്ക് ഫ്രഷ് എന്നുള്ളതാണ്. വണ്ണം വെച്ചില്ലെങ്കിലും 2023 കഴിയുമ്പോൾ എനിക്ക് ഒരേ ഒരു ഗോളുള്ളത്, ഐ ഹാവ് ടു പുട്ട് ഓൺ സം മോർ വെയിറ്റ്. കാരണം എനിക്ക് പോയ ആ ഒരു വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് 2024 അജണ്ട, റെസൊല്യൂഷൻ, ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ IBS വന്ന ടൈമിൽ ഐ സഫേർഡ് എ ലോട്ട്. അതെൻ്റെ ഫാമിലി കണ്ടിട്ടുണ്ട്, അടുത്ത ഫ്രണ്ട്സ് കണ്ടിട്ടുണ്ട്. ഐ തിങ്ക് തരവായിട്ട് ഫോളോ ചെയ്യുന്നവർ അത്ര അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ എന്തോരം സഫർ ചെയ്തു എന്നുള്ളത്. പക്ഷെ അതിൽ നിന്ന് ഞാൻ ഒരു 2 years ആയിട്ട് റിക്കവർ ആവാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ ഓരോ പടി ചവിട്ടി കയറുമ്പോഴും അവിടുന്ന് തള്ളി തള്ളിയിടുക എന്ന് പറയത്തില്ലേ, അങ്ങനെ തന്നെയായിരുന്നു മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. ഐ ഡോണ്ട് ബ്ലെയിം എനി വൺ. കാരണം ആർക്കും നമ്മളെ അറിയില്ല. ആക്ച്വലി എന്നെ അറിയാവുന്നവർക്ക് പോലും ഞാൻ ഇത്രയും ലൈക്ക് മെൻ്റലിയും ഫിസിക്കലിയും ഇത്രയും ഇതിൽ കൂടെയാണ് പോകുന്നതെന്നറിയാം. സോ ഓക്കെ, മെൻ്റലിയും ഫിസിക്കലിയും ഇത്രേ ഇതിൽ കൂടെയാണ് പോകുന്നതെന്ന് അറിയാവുന്നിട്ട് പോലും എൻ്റെ കൂടെ നിൽക്കാതിരുന്നവരും എന്നെ മാനസികമായി തളർത്തിയവരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ ഐ സെഡ് എനിക്ക് വളരെയധികം തിരിച്ചറിവ് തന്ന ഒരു വർഷമായിരുന്നു 2023 എന്ന് പറയുന്നത്. പക്ഷേ ആ ടൈമിലും എൻ്റെ കൂടെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്ത് നിന്ന കുറച്ച് ഫാൻസ് പേജുകളും എന്നെ സ്നേഹിക്കുന്ന കുറച്ച് മനുഷ്യരും കുറച്ച് ഫ്രണ്ട്സും കുറച്ച് ഫാമിലീസും ഒക്കെ ഉണ്ട്. അവരോടെല്ലാം ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. കാരണം നൗ ഐ ആം അലൈവ് ബിക്കോസ് ഓഫ് ദം. അത്രത്തോളം അവരെനിക്ക് മെൻ്റലിയും ഫിസിക്കലിയും സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതിന് ഐ എം ഗിവിങ് ദം എ ബിഗ് ഹഗ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറേ ബോഡി ഷേമിങ്. കാരണം ഞാൻ മെൻ്റലി ഓക്കെ അല്ലായിരുന്നു. എനിക്കിങ്ങനൊരു അസുഖം വന്ന് അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് റിക്കവർ ആവാനും പറ്റുന്നില്ല. ഐ വാസ് ഇൻ എ സ്ട്രഗ്ലിങ് സ്റ്റേജ്. എന്നിട്ടും ഞാൻ ആക്റ്റീവായി ഫോട്ടോഷൂട്ട്സ് ചെയ്തു, അത് ഇത് എങ്ങനെ ഓടി നടന്നുകൊണ്ടിരുന്നപ്പോഴും കുറേ അധികം ബുള്ളിങ് മെസ്സേജസിലൂടെ ആണെങ്കിലും കമൻസിലൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും ഒക്കെ ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ ദിസ് വാസ് ലൈക്ക് ഫൈറ്റിംഗ് പീരീഡ്. ഞാൻ അതിജീവിച്ചു. അടിയിട്ട് അതിൽ നിന്നും ഒക്കെ ഞാൻ അതിജീവിച്ചു. ഇപ്പോൾ ഇറ്റ് ഡസൻറ്റ് മാറ്റർ എന്നുള്ള ഒരു സ്റ്റേറ്റിൽ ഞാൻ എത്തി. അപ്പോൾ
എന്നെ വീണ്ടും വീണ്ടും സ്ട്രോങ് ആക്കി തന്നതിന് അത്രയും നെഗറ്റീവായിട്ട് പറഞ്ഞവർക്കും ഒക്കെ നന്ദി. ഈ 2023 ഞാൻ പറയാണ്. ഐ ട്രാവൽഡ് എ ലോട്ട്. കുറേ സ്ഥലങ്ങൾ കണ്ട് കുറേ ആൾക്കാരെ കണ്ടപ്പോഴത്തേക്കും അവിടുന്നും ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. 2024 ഐ എം നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് റാദർ ദാൻ ഐ വിൽ പുട്ട് ഓൺ സം വെയിറ്റ്. ഞാൻ കുറച്ച് വെയിറ്റ് കൂടുമെന്ന് മാത്രമല്ലാതെ വേറെ ഒരു കാര്യവും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ലൈഫ് മുമ്പോട്ട് പോകുന്തോറും ആരൊക്കെയാണ് നമുക്ക് ട്രൂ ആയിട്ടുള്ളത്, എന്തിനൊക്കെ അടിയിടണം, എന്തിനൊക്കെ അടിയിടണ്ട, എന്തൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങി. അപ്പം എല്ലാവരും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കാം. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം, ദിസ് ഈസ് നോട്ട് ദ എൻഡ്. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമോ അല്ലെങ്കിൽ ഈ ഒരു വർഷം തീരുക എന്ന് പറയുന്നതല്ല ഒന്നിൻ്റെ അവസാനം. ഇതിങ്ങനെ നീണ്ടു കിടക്കുകയാണ് നമ്മളുടെ മരണം വരെ. അതെന്നാണോ, ചിലപ്പോൾ നാളെ ആവാം, മറ്റന്നാളാവാം, ഇല്ലെങ്കിൽ ഒരു 100 വർഷം കഴിഞ്ഞിട്ടാവാം. എന്നാണോ അതുവരെ വി ഹാവ് ദ ടൈം ടു ലീവ്, എക്സ്പ്ലോർ, എക്സ്പ്ലോയിറ്റ്. എല്ലാത്തിനും നമുക്ക് മേക്ക് മിസ്റ്റേക്സ്, എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. ഇപ്പം മിസ്റ്റേക്സ് ആണെന്ന് തിരിച്ചറിഞ്ഞ് റിയലൈസ് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. സോ ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. നമുക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് തന്നെ വരും. ഇല്ലാതാണെങ്കിൽ അത് പോകുന്നതല്ലേ നല്ലത്. 2 ദിവസം കരയായിരിക്കും, അത് കഴിയുമ്പോഴത്തേക്കും വി വിൽ ബി ഫൈൻ അല്ലേ. അപ്പം അതുകൊണ്ട് ആൻഡ് ചിൽബിൽ. ഞാൻ കഴിഞ്ഞ വർഷം എനിക്കിങ്ങനെ പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നു. ഐ വാസ് നോട്ട് ദാറ്റ് പ്രിപ്പയർഡ്. ഞാനേ അല്ലായിരുന്നു, ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. പക്ഷെ ഇത്തവണ ഐ എം ഓക്കെ. കാരണം എനിക്ക് എത്രത്തോളം പെയിൻ വന്നാലും എത്രത്തോളം അടി വന്നാലും താങ്ങാൻ പറ്റും. കാണാൻ ഇത്രയേ ഉള്ളെങ്കിലും ശരീരം കൊണ്ടല്ല, മാനസികമായി എത്ര അടിച്ചാലും വീഴില്ല എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലായി. അത് മനസ്സിലാക്കി തന്നത് എന്നെ സപ്പോർട്ട് ചെയ്ത, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു 1000 പേരെങ്കിലും കാണുന്നുണ്ടാവും. സോ അത്രയും പേരാണ്. അപ്പം ഐ തിങ്ക് ഇൻ 2024 ഞാൻ നിങ്ങളോട് ഐ വിൽ ട്രൈ ടു ഡു മൈ ജസ്റ്റിസ്. ഞാൻ കുറച്ച് വണ്ണൊക്കെ കൂട്ടി ഐ വിൽ കം ബാക്ക് ടു ദാറ്റ് പൈങ്കിളി. നിങ്ങളെല്ലാവരും കണ്ട പൈങ്കിളി ഫസ്റ്റ് 2021 ഐ തിങ്ക് 21 20 ആ ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പൈങ്കിളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും സപ്പോർട്ട് ചെയ്ത ഓരോരുത്തർക്കും താങ്ക് യു. ആൻഡ് എല്ലാവരും ഹാവ് എ സൂപ്പർ 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 2024. ഡോണ്ട് എക്സ്പെക്ട് എന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല. കാരണം നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുമല്ലേ. നമുക്ക് ഇഷ്ടമുള്ളവരിൽ നിന്ന് ഒരു നല്ല വാക്കോ ഒരു നല്ല അഭിപ്രായമോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്നോ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഡോണ്ട് മേക്ക് യുവർ എക്സ്പെക്റ്റേഷൻസ് കിൽ യു. അത് ഞാൻ പറയാം. നമ്മളുടെ എക്സ്പെക്റ്റേഷൻസ് നമ്മളെ തന്നെ തളർത്താതിരിക്കാൻ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് ഐ എം സൂപ്പർ ഹാപ്പി റൈറ്റ് നൗ. എനിക്ക് ഇപ്പോൾ ആരുമായിട്ടും അത്ര വലിയ ബോണ്ടിങ് ഒന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ശരി, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനായിക്കോളൂ എന്നുള്ളൊരു സെറ്റപ്പിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ഉപദ്രവിക്കാത്തടത്തോളം കാലം എനിക്ക് ഒരു വിഷയമില്ല. ആരെങ്ങനെ പോയാലും ഒരു കുഴപ്പമില്ല, ആരെന്തെന്നെ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം എന്നെ അറിയാത്തവരാണല്ലോ പറയുക. അതിപ്പോൾ ആരാണെങ്കിലും, ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ആരാണെങ്കിലും എന്നെ മനസ്സിലാക്കാത്തവരായിരിക്കും അങ്ങനെ പറയുക. അപ്പം അവർ പറയുന്നതിൽ നമുക്ക് തിരുത്താൻ പറ്റില്ല. അങ്ങനെ ഒരു സ്റ്റേജിൽ ഞാൻ എത്തി. അതിലെത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എത്തിപ്പെട്ടാൽ രക്ഷപ്പെട്ടു യുവർ. അപ്പം എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഇയർ. എൻ്റെ കൂടെ നിന്നതിന് ഉള്ള ഇത്രയും പേർക്ക് താങ്ക് യു സോ മച്ച്. ആൻഡ് ഹേറ്റേഴ്സ് കീപ് ഹേറ്റിംഗ്. കാരണം എനിക്കറിയാം എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അപ്പം നിങ്ങൾക്കറിയാത്തതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു 2024 ആശംസിക്കുന്നു. എനിക്ക് വലിയ ന്യൂ ഇയർ പരിപാടി ഒന്നുമില്ല. ഫ്ലാറ്റിൽ തന്നെയാണ്. ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. നമ്മൾ ബിരിയാണിയൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ച് ചിൽ ബിൽ. ഓക്കെ, ബൈ.